പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാനിങ്ങനെ താഴേക്ക് സംഗീതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ കുർബാനയ്ക്ക് കൂടിയിരുന്ന കുട്ടികളൊരു ചിടുങ്ങ് പയ്യൻ അവൻ എന്നോട് ചോദിക്കുകയാണ്, അച്ഛാ, അപ്പോൾ പണക്കാർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ലേ? അപ്പോൾ ഞാനിങ്ങനെ അറിയാതെ ഇങ്ങനെ ചിരിച്ചുപോയി. എന്നാലും ഈ കൊച്ച് ശ്രദ്ധിച്ചല്ലോ സുവിശേഷം വായിക്കുന്നതൊക്കെ. ഇന്നത്തെ സുവിശേഷം അതായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ്. അതിലിങ്ങനെ പറയാം, യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസമാണ്. എന്നിട്ട് പറയാണ്, ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അപ്പോൾ ശരിയല്ലേ കൊച്ചു ചോദിച്ചത്? പണക്കാർ സമ്പന്നർ സ്വർഗത്തിൽ പോവോ? ഇല്ല, ഉറപ്പായിട്ടും കർത്താവ് വചനത്തിലൂടെ പറയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, ആരെയാണ് പണക്കാരെന്ന് നമ്മൾ വിളിക്കാറ്? ആരെയാണ് നമ്മൾ സമ്പന്നരെന്ന് വിളിക്കാറ്? ഓ, അവൻ വലിയ പണക്കാരനാ എന്ന് നമ്മൾ പറയുന്ന ആരെക്കുറിച്ചാണ്? ഒരു നെഗറ്റീവ് ചൊക അതിനകത്തില്ലേ? ഈ സമ്പന്നൻ എന്ന് പറയുമ്പോഴും അതുപോലെ ഈ പണക്കാരെന്നൊക്കെ പറയുമ്പോഴൊക്കെ അതിനകത്തൊരു നെഗറ്റീവ് ചൊകയുണ്ട്. എന്താണത്? ആർക്കും കൊടുക്കാതെ പിടിച്ചു വയ്ക്കുന്നവൻ, ഒരു പോസൊക്കെ കാട്ടി അങ്ങനെ നടക്കുന്നത്, ഞാൻ വലിയ ആളാണെന്നുള്ള ചിന്തയിലൊക്കെ നടക്കുന്നവൻ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പണക്കാർ, സമ്പന്നർ എന്നൊക്കെ അങ്ങനെ പുച്ഛഭാവത്തിൽ നമ്മൾ വിശേഷിപ്പിക്കാറ്. എല്ലാ സമ്പന്നരെയും നമ്മൾ അങ്ങനെ വിളിക്കാറില്ല. ചില സമ്പന്നരൊക്കെ ചുറ്റുമുള്ളവരെ കുറിച്ച് ശരിക്കും ഒരു കൺസേൺ ഉള്ളവരാണ്. അവർ എല്ലാവർക്കും കുറവുകളൊക്കെ പരിഹരിച്ച് എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അവരെ നമ്മൾ ഒരിക്കലും പുച്ഛഭാവത്തിൽ പണക്കാരെന്നോ സമ്പന്നരെന്നോ നമ്മൾ വിളിക്കാറില്ല. ഓ, തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുക, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം മാത്രം നോക്കുക, ഞാൻ വലിയ ആളാണെന്ന് ചിന്തിക്കുക. കുറേ സമ്പത്തുണ്ട്, അപ്പോൾ കയ്യിൽ വലിയൊരു കൈച്ചെയിനൊക്കെ ഇട്ട്, കഴുത്തിലൊരു മാലയൊക്കെ ഇട്ട്, കൈ നിറയെ മോതിരങ്ങളൊക്കെ ഇട്ട് നടക്കുന്നവരെ കണ്ടിട്ടില്ലേ? അവരെയൊക്കെ കാണുമ്പോഴേ നമ്മൾ ചിരിക്കാറുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് സമ്പന്നൻ എന്ന പേരുണ്ടായത്? ആരാണ് അവരെ സമ്പന്നരാക്കിയത്? ഒരു സമൂഹത്തിലൊരു 10-25 വീട് ഉള്ള ഒരു സമൂഹമാണെന്ന് വിചാരിക്കുക. എല്ലാവരുടെയും കയ്യിൽ ഒരു 10 കോടി രൂപ വീതം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 25 ഭവനമുണ്ട്, 25 വീട്ടുകാരുടെ കയ്യിലും 10 കോടി രൂപ വീതമുണ്ട്. അപ്പോൾ അതിനകത്ത് സമ്പന്നനുണ്ടോ? ആരെയും സമ്പന്നെന്ന് വിളിക്കില്ല, കാരണം അവരെല്ലാവരും തുല്യരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സമ്പന്നനുണ്ടായത്? അക്കൂട്ടത്തിൽ ഒരു 3-4 വീട് അല്ലെങ്കിൽ ഒരു 5-10 വീട് ദരിദ്ര കുടുംബമായിരുന്നെങ്കിൽ ഇവർക്ക് സമ്പന്നൻ എന്നുള്ള പേര് വന്നേനെ. അപ്പോൾ യഥാർത്ഥത്തിൽ ധനികനെ ധനികനാക്കി മാറ്റുന്നത് ആരാണ്? അല്ലെങ്കിൽ പണക്കാരനെ പണക്കാരനാക്കി മാറ്റുന്നത് ആരാണ്? ദരിദ്രരാണ് അവരെ അങ്ങനെയാക്കി മാറ്റുന്നത്. ദരിദ്രരില്ലെങ്കിൽ പിന്നെ സമ്പന്നരില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ സമ്പന്നർക്കൊക്കെ ദരിദ്രരോട് എപ്പോഴും ഒരു കടപ്പാടുണ്ടാകണമെന്ന് അതിനാൽ തന്നെ വ്യക്തമല്ലേ? അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഭൂമിയിലെ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കൊടുക്കാതെ പിടിച്ചു വയ്ക്കുന്നവൻ. അപ്പോൾ സ്വർഗത്തിലെ സമ്പന്നനോ? സ്വർഗത്തിലും സമ്പന്നരുണ്ടല്ലോ. സ്വർഗത്തിലെ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാണോ വാരിക്കോരി സഹായങ്ങൾ കൊടുക്കുന്നത്, നന്മകൾ കൊടുക്കുന്നത്, അങ്ങനെ സ്വയം മറന്ന് സ്വയം ഇല്ലാതായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാരാണോ അവരാണ് സ്വർഗരാജ്യത്തിലെ സമ്പന്നർ. ഭൂമിയിലെ സമ്പന്നരുടെ അവസ്ഥ എന്താണ്? മരണത്തോടെ എല്ലാം കഴിഞ്ഞു. സ്വർഗത്തിലെ സമ്പന്നരാകുന്നവരോ, അവരെന്നും സമ്പന്നരാണ്, നിത്യകാലത്തേക്ക് സമ്പന്നർ, നിത്യകാലത്തേക്ക് സന്തോഷം, നിത്യകാലത്തേക്ക് കർത്താവിൻ്റെ തിരുമുഖം കാണാനുള്ള ഭാഗ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പിടിച്ചു വയ്ക്കരുത് സ്വത്തും സമ്പത്തും. നമ്മളെ മറ്റുള്ളവർ പണക്കാരെന്ന് വിളിക്കാനായിട്ട് ഇടവരരുത്. നമുക്കുള്ള സമ്പത്തൊക്കെ കർത്താവ് തന്നതല്ലേ. ഒരു സമൂഹത്തിൽ ദരിദ്രനായി നിന്നെ ജനിപ്പിക്കാമായിരുന്ന അതേ കർത്താവാണ് നിന്നെ സമ്പന്ന കുടുംബത്തിൽ ജനിപ്പിച്ചിട്ടുള്ളതെങ്കിൽ നീ നന്ദി പറയണ്ടേ? നിനക്ക് കിട്ടിയതിൻ്റെ ഓഹരി ചുറ്റുമുള്ളവരെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കണ്ടേ? എന്നോടൊപ്പം എൻ്റെ സഹോദരങ്ങളും വളരണം എന്നുള്ളൊരു ചിന്താഗതി എന്നാണോ നിനക്കുണ്ടാകുന്നത്, അന്നാണ് നീ യഥാർത്ഥ സമ്പന്നരായിട്ട് മാറുന്നത്. തിയോളജി കാലത്ത് മാർട്ടിൻ ബൂബർ എന്ന് പറയുന്ന ഒരു ഫിലോസഫറിൻ്റെ ഒരു ചിന്ത ഒരു അച്ഛനെ പ്രൊഫസർ പങ്കുവെച്ചത് ഞാൻ ഓർക്കാണ്. ദി നേക്കഡ് ഫേസ് ഓഫ് ദി അതർ എന്ന് പറഞ്ഞിട്ടായിരുന്നു എൻ്റെ ഹെഡിങ്. അപ്പോൾ എനിക്ക് മറ്റു കാര്യങ്ങൾ പഠിച്ചൊന്നും ഓർമ്മയില്ല, പക്ഷേ ഈ ഒരു ഹെഡിങ് ഇങ്ങനെ മറക്കാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതെന്താണ് നേക്കഡ് ഫേസ് ഓഫ് ദി അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപരൻ്റെ നഗ്നമായ മുഖം കാണാൻ സാധിച്ചാലേ നീ ഒരു മനുഷ്യനാകൂ എന്നാണ് അച്ഛൻ അന്ന് പറഞ്ഞു തന്നത്. തേറുകാട്ടിൽ എന്ന് പറഞ്ഞ അച്ഛനായിരുന്നു അന്ന് ക്ലാസ് എടുത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്ന കാര്യം ഇതാണ്, നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരുടെ മനസ്സിൻ്റെ അവസ്ഥ, ജീവിതാവസ്ഥ മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ മനുഷ്യരല്ലെന്ന് പറയുന്നത്. ബിക്കമിങ് ഹ്യൂമൺ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേരായിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനുഷ്യരായിട്ട് ജീവിക്കാം, അതിനേക്കാൾ ഉപരി ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാം.
ക്രിസ്തുവിൻ്റെ പകരക്കാരായിട്ട് ജീവിക്കാം. സമ്പന്നൻ എന്നുള്ള പേര് സ്വർഗരാജ്യത്തിൽ വരട്ടെ. എല്ലാവർക്കും അതിനുള്ള ആശംസകൾ നേരുന്നു. നന്ദി.